ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മീര. സ്റ്റഡി സ്മാർട്ട് ഇംഗ്ലീഷിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ക്ലാസ് ഒരു വ്യത്യസ്തമായൊരു ക്ലാസ് ആണ്. CID രാമദാസിനെയും വിജയനെയും ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ രാമദാസിൻ്റെയും വിജയൻ്റെയും കൂടെ നമുക്ക് ഇത്തിരി ഫ്രേസൽ വേർബ്സ് കൂടി ഓർത്തെടുത്താലോ? എങ്കിൽ ശരി, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ കിരീടം മോഷണം പോയതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് CID രാമദാസിനെ അമേരിക്കയിലോട്ട് കേസന്വേഷണത്തിൻ്റെ ഭാഗമായി വിടാൻ തീരുമാനിക്കുന്നു. അങ്ങനെ CID രാമദാസ് ടു സെറ്റ് ഓഫ് ടു സ്റ്റാർട്ട് എ ജേർണി, ഒരു യാത്ര തുടങ്ങാൻ, യാത്ര പുറപ്പെടാൻ റെഡിയായിട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? കിരീടം കണ്ടുപിടിക്കാനായിട്ട് വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ CID രാമദാസ് തൻ്റെ ഉറ്റ സുഹൃത്തായ കോൺസ്റ്റബിൾ വിജയനോട് ഈ കാര്യം അറിയിക്കുന്നു. താനിങ്ങനെ അമേരിക്കയിലോട്ട് പോവുകയാണ്, ഒരു കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ പോവുകയാണ് എന്ന് അറിയിക്കുന്നു. അപ്പോൾ കോൺസ്റ്റബിൾ വിജയൻ പറയുന്നു, ഞാനും ഒന്ന് ഗെറ്റ് അവേ ആകാൻ, ടു ഗോ സംവെയർ ടു ഹാവ് എ ഹോളിഡേ ഓഫൻ ബിക്കോസ് യു നീഡ് എ റെസ്റ്റ്. ഒന്ന് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് എൻജോയ് ചെയ്യാൻ, ഒന്ന് റെസ്റ്റ് എടുക്കാൻ, ഒന്ന് സ്ട്രെസ്സൊക്കെ ഒന്ന് റിലീവ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു, ഗെറ്റ് അവേ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്ന് കോൺസ്റ്റബിൾ വിജയൻ പറയുന്നു. അങ്ങനെ കോൺസ്റ്റബിൾ വിജയൻ്റെ അഭ്യർത്ഥന പ്രകാരം CID രാമദാസ് കോൺസ്റ്റബിൾ വിജയനെ റെക്കമെൻഡ് ചെയ്ത് കൂടെ കൊണ്ടുപോകാൻ സമ്മതം വാങ്ങുന്നു. അങ്ങനെ CID ദാസനും വിജയനും കൂടി ഇങ്ങോട്ട് പോകുന്നു, അമേരിക്കയിലോട്ട്. സെറ്റ് ഔട്ട് ടു സ്റ്റാർട്ട് എ ജേർണി, യാത്ര തിരിക്കുന്നു. അങ്ങനെ അമേരിക്കയിലോട്ട് യാത്ര തിരിക്കാനിരിക്കുമ്പോൾ ഗവൺമെൻറ് ഒഫീഷ്യൽസ് പറയുന്നു, നിങ്ങളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ഓഫ് ചെയ്ത് തരാനായിട്ട് ഗവൺമെൻറ് വണ്ടി, അതായത് കാർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഡ്രോപ്പ് ഓഫ്, ടു ടേക്ക് സംവൺ ഓർ സംതിങ് എസ്പെഷ്യലി ബൈ കാർ. ഡ്രോപ്പ് ഓഫ്, ഒരിടത്ത് വിട്ടുകൊടുക്കുക. ഓക്കെ, അങ്ങനെ ഇവർ ഗവൺമെൻറ് ഒഫീഷ്യൽസ് അറേഞ്ച് ചെയ്ത കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടു ഹോൾഡ് അപ്പ്, ഒരു ഡിലേ വരുന്നു. ടു മേക്ക് ദം ലേറ്റ്, ഒരു ഡിലേ സംഭവിക്കുന്നു. എന്താണ്? ഒരു ട്രാഫിക് ബ്ലോക്ക്. ഓക്കെ, ആ ട്രാഫിക് ബ്ലോക്കിനെയും മറികടന്ന് ഇവർ എയർപോർട്ടിൽ കറക്റ്റ് ടൈമിന് തന്നെ എത്തിച്ചേരുന്നു. ഓക്കെ, എത്തിച്ചേരുന്നു. അങ്ങനെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇവർക്കൊരു ടു സീ ഓഫ്, അതായത് ടു സേ ഗുഡ് ബൈ ടു സംവൺ ലിവിങ് എ പ്ലേസ്, ഒരു സ്ഥലം വിട്ടു പോകുന്ന ഒരു വ്യക്തിക്ക് ഗുഡ് ബൈ പറയുക. ടു സീ ഓഫ് പറയുന്നു. ഗവൺമെൻറ് ഒഫീഷ്യൽസ് സീ ഓഫ് പറയുന്നു. അങ്ങനെ ദാസനും വിജയനും കൂടി എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുന്നു, ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു. ലീവ് ദി ഗ്രൗണ്ട് ആൻഡ് ഫ്ലൈ. എങ്ങോട്ട്? അമേരിക്കയിലോട്ട് ഫ്ലൈ ചെയ്യുന്നു. അങ്ങനെ അമേരിക്കയിലെത്തുന്ന ദാസനും വിജയനും അവിടെ സെറ്റിലാകുന്നു. അങ്ങനെ പതുക്കെ അവർ കേസ് അന്വേഷണം ആരംഭിക്കുന്നു. അങ്ങനെ കേസ് അന്വേഷണത്തിനാകെ ഉണ്ടായിരുന്ന 2 ക്ലൂസ് ആണ് അവരുടെ കയ്യിൽ. ഒന്ന് പോൾ ബാർബർ എന്ന പേരും കൂടാതെ ഒരു പീസ് ഓഫ് ക്ലോത്ത്, ഒരു തുണി കഷ്ണവും ആയിരുന്നു അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് തെളിവുകളായിട്ട്. ഓക്കെ, ആ തെളിവുകളുടെ ഭാഗമായി അവരുടെ സംശയം ആരുടെ മേൽ എത്തിച്ചേരുന്നു? ശിവദാസ മേനോൻ, ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥനായ ശിവദാസ മേനോനിൽ ചെന്നെത്തുന്നു അവരുടെ സംശയം. സസ്പിഷൻ ഫോൾസ് ഓൺ, അറൈവ് അറ്റ്, സീസ് കണ്ടുപിടിക്കുക, അറൈവ് അറ്റ്, ഫോൾസ് ഓൺ ചെന്നെത്തുന്നു എന്നൊക്കെ മീൻ ചെയ്യുന്നു. ഓക്കെ, ഫോൾസ് ഓൺ. അങ്ങനെ ഇവര് ഈ കേസന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഏതോ വഴിക്ക് കേസന്വേഷണം ഒരിടത്താകുന്നു, കിരീടം ഒരിടത്ത് കിടക്കുന്നു. ദാസനും വിജയനും അമേരിക്കൻ ജീവിതം എൻജോയ് ചെയ്യുന്നു. അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മദ്രാസ് പോലീസ് കമ്മീഷണറായ കൃഷ്ണൻ നായർ അമേരിക്കയിൽ എത്തിച്ചേരുന്നു. എന്തിന്? ഇൻ സെർച്ച് ഓഫ്, കേസിന്റെ പുരോഗതി എന്താണെന്നറിയാൻ ഇൻ സെർച്ച് ഓഫ് CIDകളെ തേടിയെത്തുന്നു. അങ്ങനെ പിന്നെ തേടി എത്തിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ നടക്കുന്നത് സെറൻഡിപ്പിറ്റി. ഈ വേർഡ് ഓർത്തിരിക്കുക, സെറൻഡിപ്പിറ്റി. അതായത് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നടക്കുന്നു. അതിനിടയ്ക്ക് ഒരു വളരെ വിലപ്പെട്ട ഒരു വസ്തു കണ്ടെത്തുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം, ആ കഥ ഒന്ന് ഓർത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്ന എന്താണെന്നുള്ളത്, അല്ലേ? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോ ഒക്കെ സംഭവിക്കുന്നു. കിരീടം അങ്ങോട്ട് മറിയുന്നു, തിരിയുന്നു. അങ്ങനെ ഓരോ കൈമാറി ലാസ്റ്റ് എൻഡ് അപ്പ് ചെയ്യുന്നു. ആരുടെ അടുത്ത് എൻഡ് അപ്പ് ആകുന്നു? അൺഎക്സ്പെക്റ്റഡ്ലി എത്തിച്ചേരുന്നു. ആരുടെ അടുത്ത്? CID ദാസന്റെയും
വിജയൻ്റെയും കയ്യിൽ എൻഡ് അപ്പ് ചെയ്യുന്നു, അൺഎക്സ്പെക്റ്റഡ്ലി എത്തിച്ചേരുന്നു, കിട്ടുന്നു. ടു റീച്ച് എ പ്ലേസ് അൺഎക്സ്പെക്റ്റഡ്ലി. ഓക്കെ, അങ്ങനെ CID ദാസനും വിജയനും എന്ത് കണ്ടെത്തുന്നു? ഇന്ത്യയിൽ നിന്നും മോഷണം പോയ കിരീടം കണ്ടെത്തുന്നു. അങ്ങനെ അമേരിക്കൻ പോലീസ് അവരെ ഫെലിസിറ്റേറ്റ് ചെയ്യുന്നു. കൂടാതെ അവർ രണ്ടുപേരും റിട്ടേൺ ബാക്ക് ടു ഇന്ത്യ വിത്ത് ദി ക്രൗൺ, കിരീടവുമായി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് ദാസന്റെയും വിജയന്റെയും കഥയുടെ കൂടെ നമ്മൾ എന്തുകൂടി പഠിച്ചിരിക്കുന്നു? ഫ്രേസൽ വേർബ്സ് കൂടി പഠിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഫ്രേസൽ വേർബ്സ് എല്ലാവരും ഓർത്തിരിക്കുക. ഈ കഥയുമായി റിലേറ്റ് ചെയ്ത് ഈ ഫ്രേസൽ വേർബ്സ് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി ഇതുപോലെയുള്ള നല്ല ക്ലാസ്സുകളുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.